തോമസ് വിദേശകാര്യ വിദഗ്ധൻ നമുക്കൊപ്പമുണ്ട്. മോഹൻ വർഗീസ് നമുക്കൊപ്പം ചേരുകയാണ്, വിദേശകാര്യ വിദഗ്ധൻ. ശ്രീ മോഹൻ വർഗീസ്, ഒരു ഏകാധിപതിയുടെ പതനം, ആ തരത്തിൽ ലോകരാജ്യങ്ങൾ, ലോക നേതാക്കൾ ഇതിനെ വിലയിരുത്തുന്നുണ്ട്. പൊതുവിൽ മാധ്യമങ്ങളുമൊക്കെ ആ തരത്തിലാണ് നിലപാടെടുക്കുന്നത്. പക്ഷേ ഈ വിമതരുടെ ഒരു സ്വഭാവം എന്താണ്? നമുക്കറിയാം, ISIS രൂപീകരണം പോലും ഇടവച്ചത് ഒരു വിമത നീക്കമാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ വിമതർക്ക് അൽ-ഖായിദ അടക്കമുള്ള സംഘടനകളുമായി, തീവ്ര സ്വഭാവമുള്ള സംഘടനകളുമായുള്ള ബന്ധമടക്കം ആശങ്കപ്പെടുന്ന സാഹചര്യമുണ്ടോ? നമുക്ക് സിറിയയിൽ സമാധാനം പുലരും, അങ്ങനെ പ്രതീക്ഷിക്കണം? ഒരു ഏകാധിപതിയുടെ പതനം എന്നത് പൂർണ്ണമായ അർത്ഥത്തിൽ ശരിയാണ്. ബാഷർ അൽ അസദിന്റെ 2000 ആണ്ട് മുതൽ 2024 വരെയുള്ള 2.5 പതിറ്റാണ്ട് കാലത്തെ ഭരണത്തിന് അവസാനമായിരിക്കുന്നു. അത് മാത്രമല്ല, അലവി കുടുംബത്തിന്റെ, അലവി വിഭാഗത്തിൽ നിന്ന് വരുന്ന ഹഫീസ് അൽ അസദ് 70കളുടെ ആദ്യം അധികാരം ഏറ്റെടുത്തത് മുതൽ തുടർച്ചയായി ഏതാണ്ട് 6 പതിറ്റാണ്ടോളം, 70കൾ, 80കൾ, 90കൾ, 2000കൾ, 2010, 20 അങ്ങനെ അരനൂറ്റാണ്ടിലധികം വാണരളിയ ഒരു ഫാമിലിയുടെ പതനം, അത് ഒരു ഡയമെൻഷൻ. പക്ഷെ ഇവിടെ ഏകാധിപതികളായ പലരും മധ്യപൗരസ്ത്യ പ്രദേശത്ത് കാലാകാലങ്ങളിൽ ഉണ്ടായിരുന്നു. 3-4 പതിറ്റാണ്ടുകൾ വാണ ആളുകളുണ്ട്. അതിലൊരു പ്രധാന ഉദാഹരണം സദ്ദാം ഹുസൈനാണ്, ഇറാഖിലെ സദ്ദാം ഹുസൈൻ. സദ്ദാം ഹുസൈന്റെ പതനത്തിന് ശേഷം ഇറാഖിന് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. അതുപോലെ അറബി വിപ്ലവം, അല്ലെങ്കിൽ അറബികളുടെ വസന്തം, അറബ് വസന്തം, മുല്ലപ്പൂ വിപ്ലവം എന്നൊക്കെ പറയുന്ന 2011 ആ വലിയ പോപ്പുലർ അപ്രൈസിംഗ്, അത് ടുണീഷ്യയിൽ തുടങ്ങി, അൾജീരിയ, ഈജിപ്റ്റ്, അതുപോലെ ലിബിയ, അത് ബാഷർ അൽ അസദിന്റെ കൊട്ടാരവാതിക്കൽ വരെ എത്തി, സിറിയ വരെ എത്തി. പക്ഷെ സിറിയയിൽ വെച്ച് ആ വിപ്ലവം തീരുകയാണ്. സിറിയയുടെ മണ്ണിൽ ഭരണമാറ്റം ഉണ്ടായില്ല. അതിനുള്ള പ്രധാന കാരണം റഷ്യയുടെയും അതുപോലെ ഇറാന്റെയും പിന്തുണയോടുകൂടി ബാഷർ അൽ അസദിനെ ഈ സോകോൾഡ് ജനാധിപത്യവാദികളുടെയും റിബൽസിന്റെയും എല്ലാം നീക്കങ്ങളെ സമർത്ഥമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞു. അങ്ങനെ 1970കളിൽ തുടങ്ങിയ ഒരു ബാത്ത് പാർട്ടിയുടെ, ഒരു സോഷ്യലിസ്റ്റ് പശ്ചാത്തലമുള്ള അറബ് ദേശീയതയുള്ള പ്രസ്ഥാനമാണ്. തീവ്ര റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളല്ല ബാത്ത് പാർട്ടി. അവർ സിറിയയിലെയും ഇറാഖിലെയും ഈജിപ്തിലെയും ഒക്കെ ബാത്ത് പാർട്ടികളുടെ ഒരു അവസാന കണ്ണിയായി നിലനിന്നത് ബാഷർ അൽ അസദ്. ആ ഒരു അവസാന കണ്ണിയാണ് തീർച്ചയായും താഴെ പോയിരിക്കുന്നത്. ഇത് തൽക്കാലത്തേക്ക്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ, തൽക്കാലത്തേക്ക് പാശ്ചാത്യ ശക്തികൾക്ക് ഒരു അനുഗ്രഹമായി തോന്നാം. ബാഷർ അൽ അസദ് അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ താല്പര്യങ്ങൾക്ക് അനുരൂപമായി നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. അതുകൊണ്ട് റഷ്യയുടെയും ഇറാന്റെയും പിന്തുണയുള്ള അസാദിന്റെ ഭരണകൂടത്തിന്റെ പതനത്തെ തുടർന്നുകൊണ്ട് അധികാരത്തിലെത്താൻ സാധ്യതയുള്ള ഒരു ഗ്രാൻഡ് കോയലീഷൻ, ആ ഗ്രാൻഡ് കോയലീഷന്റെ നേതൃത്വത്തിലേക്ക് വരാൻ സാധ്യതയുള്ളത് ഒരുപക്ഷെ ഇപ്പോൾ അധികം പുറത്തറിയാത്ത ഒരു സംഘടനയാണ് HTS എന്ന് പറയുന്ന ഹയാത്ത് തെഹ്രീർ അൽ ഷമാം എന്ന സംഘടന. അൽഷാം എന്ന് പറയുമ്പോൾ ആ ഏരിയ മുഴുവൻ ഉൾപ്പെടും. അൽഷാം എന്ന് പറഞ്ഞാൽ സിറിയയുടെയും ലെബനന്റെയും ഇനി പാലസ്തീന്റെയും ഉൾപ്പെടെ പ്രദേശങ്ങൾ അടങ്ങുന്ന അൽഷാം, അതിനുവേണ്ടി നിലകൊള്ളുന്ന മുൻകാലത്ത് അൽ-ഖൈദ ആയിരുന്ന കുറെ ആളുകളാണ്. അവരാണ് ഒരു പുതിയ ഒരു നേതൃത്വം വരികയാണ്. 44 വയസ്സ് മാത്രം പ്രായമുള്ള അബു മുഹമ്മദ് അൽ ജുലാനി എന്ന നേതാവിന്റെ കീഴിലാണ് HTS വടക്ക് നിന്ന് ആക്രമിച്ച് കയറി വരുന്നത്. വടക്ക് നിന്ന് അവര് തൊട്ടടുത്ത പ്രദേശം അവര് ബേസ് ചെയ്തിരുന്ന കഴിഞ്ഞ 4-5 വർഷമായി പ്രധാനമായ ഈ പറയുന്ന റിബൽ ഗ്രൂപ്പ് ബേസ് ചെയ്ത്, അവർക്ക് ടർക്കിയുടെ ഉൾപ്പെടെ സഹായമുണ്ട്, അവർ ബേസ് ചെയ്തിരുന്ന സ്ഥലം ഇദ്ലിബ് എന്ന് പറയുന്ന വടക്കൻ നഗരമാണ്. ഇദ്ലിബിൽ നിന്നും അവർ 27-ാം തീയതി, അതൊരു നാടകീയമായ നീക്കമാണ്, 27-ാം തീയതി എന്ന് പറയുന്നത് ഇസ്രയേൽ ലെബനൻ ആ സമാധാന കരാർ, വെടിനിർത്തൽ കരാർ, ഹിസ്ബുള്ളയുമായി ഇസ്രയേലിന്റെ വെടിനിർത്തൽ കരാർ എന്ന് നിലവിൽ വന്നോ അന്ന് മുതൽ ഹിസ്ബുള്ളയുടെ നീക്കം അവിടെ തടസ്സപ്പെട്ടു. ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അനങ്ങാനാവാത്തൊരവസ്ഥയാണ്. ഹിസ്ബുള്ളയും കൂടി ചേർന്നാണ് ബാഷർ അൽ അസദ് ഭരണകൂടത്തെ താങ്ങി നിർത്തിയിരുന്നത്. എപ്പോഴെല്ലാം സിറിയയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഇവിടെ ഡമസ്കസിലേക്ക് ബെയ്റൂട്ടിൽ നിന്നും ഗറില്ലകൾ, അതായത് ഹിസ്ബുള്ളയുടെ പോരാളികൾ അവിടെ കടന്നു വരികയും ഭരണകൂടത്തെ താങ്ങി നിർത്തുകയും ചെയ്യുക എന്നതായിരുന്നു പതിവ്. റഷ്യ അവർക്ക് എയർ കവർ നൽകും, ഇറാൻ ലോജിസ്റ്റിക്കൽ സപ്പോർട്ട് നൽകും. അങ്ങനെയാണ് ബാഷർ അൽ അസദ് 2011 മുതൽ നാളിതുവരെ പിടിച്ചു നിന്നത്. ഇപ്പോൾ ഇതാ ഇസ്രയേൽ വെടിനിർത്തൽ കരാർ വന്നപ്പോൾ അവിടെ ഏതാണ്ട് പൂർണ്ണമായും തന്നെ ലെബനനിലെ ഹിസ്ബുള്ളയുടെ പ്രഹരശേഷി അവിടെ കുറഞ്ഞിരിക്കുന്നു.